3 മണിയൊക്കെ ആയപ്പോൾ മഴ ചാറി. കഴിഞ്ഞോ? കഴിഞ്ഞോ? പല്ല് കാണിക്കാൻ തന്നെയല്ലേ ഉള്ളൂ. പുതപ്പൊക്കെ മടക്കി വെച്ചിട്ട് ഓടിയവേ, എന്തായാലും സമയമുണ്ട്. എൻ്റെ പൊന്നോ, ഇങ്ങനെ തൂക്കല്ലേ. അമ്മയുടെ ഇതുണ്ടല്ലോ, പിന്നെ അമ്മയ്ക്കുണ്ടല്ലോ, അത് തീർന്നാണോ? ഉണ്ട്, അത് തീർന്നാന്ന് തോന്നുന്നു. ഉണ്ട്. പിന്നെ വേറെ അമ്മയ്ക്ക് എടുത്ത് കൊടുക്കണേ. വെള്ളം എന്നാ മൊത്തം മുഴുവൻ എടുക്കുക. ഇതേതൊരു പകുതി വരെ വെച്ചേക്കുന്നേ. ചുമ്മാ വയ്യ. അവളെ കൊടുത്താൽ പോരെ, അവള് മുമ്പത്തില്ലേ. ചെയ്തില്ലേ, ഇടുന്നില്ലേ? ആ ഇട്. എന്നാ വേണ്ട, ഈ എന്നേക്ക് പോട്ടെ. എൻ്റെ എനിക്ക് പണിയുണ്ട്. എനിക്ക് ശാമ്പവിയെ വിടണം. അല്ല സിംബ, ഇതൊന്നും വിളിക്കണ്ട. അയ്യോ, ചുമ്മാ ചെറുതായിട്ടൊന്ന് കേട്ടത് ഒട്ടാന്നെ തല കുത്തുന്നു. ഇടിയപ്പം പിന്നെ മുട്ടക്കറി ഉണ്ടാക്കണം. ഇടിയപ്പം ഉണ്ടാക്കി, മുട്ടക്കറിക്ക് കഴിഞ്ഞ് വെച്ചു.
വരുമ്പോൾ കാണിച്ചല്ലോ. ആകെ പിടിക്കുന്നുണ്ട്. എല്ലാം ഓക്കെ ആണല്ലോ? ഓക്കെ. ഞാനൊന്നും കഴിക്കാത്തത് എന്നാന്നറിയാം, വയറ്റ് പ്രശ്നമുള്ളതുകൊണ്ട്. അങ്ങനെയാണോ കഴിക്കാത്തത്? സാരി ഇങ്ങനെ ഇവിടെ വെച്ച് ഇങ്ങനെ ഇച്ചിരി താത്തുടുക്കണം. നമ്മുടെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടമ്മേ. ചുരിദാർ ഇട്ട് വരാനുള്ള എൻ്റെ ഭായിൻ്റെ ഇവിടെ വിട്ടുപോയി കണ്ടോ. അത് വെയിറ്റ് ഒന്നാമത്തെ കാര്യം. എന്തായാലും വെയിറ്റ് പോകുമെന്ന് പറയുന്നത്. ഏതിന് വെയിറ്റ്? നാരായണി, അമ്മയ്ക്ക് കൈക്ക് വേദനയാണെന്നറിയാലോ. പിന്നെ എല്ലാം കൂടെ അമ്മയുടെ ബാഗിനകത്തുണ്ടാകും. നിനക്കൊരു ബാഗ് എടുത്തുകൂടായിരുന്നോ? ഇല്ലേ? കുടയുണ്ട്, വെള്ളമുണ്ട്. നിന്റെ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ലേ? വെള്ളമൊക്കെ അതിന് ഭയങ്കര വെയിറ്റ് ആണ്. എടുത്ത് നിന്റെ ആയിട്ടില്ലേലും അമ്മയ്ക്ക് വെയിറ്റ് ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് പിടിച്ചുകൂടെ? അമ്മയുടെ ഇതിന് വെയിറ്റ് ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് വയ്യെന്നറിയത്തില്ലേ? നേരത്തെ പോവാണെങ്കിൽ അമ്പലത്തിലും കൂടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമല്ലോ കേട്ടോ. സിംബ ആരെങ്കിലും പോയാലേ കരയത്തുള്ളൂ. നിങ്ങൾ പോകുന്നതന്നെ കരയുന്നേ. അവനെ ഇട്ടിട്ട് പോവാണ് എല്ലാവരും കൂടെ. എനിക്ക് തീറ്റ തരാൻ ആരും ഇല്ലേന്ന്. റൂത്തിരിപ്പ് വരും. പക്ഷെ എന്നാ ചെയ്യാനോ, ഇവിടെ വിടണോണ്ടല്ല. നിങ്ങളുണ്ടായിരുന്ന ഞാൻ പോയേനെ അമ്പലത്തിൽ. ഫോൺ എടുത്തല്ലോ അല്ലേ? വിളിച്ചാൽ എടുത്താ നാരായണ ഫോൺ കൊടുക്കുന്നതായിരിക്കും നല്ലത്. വിളിച്ചാൽ അമ്മ എടുക്കൂല. ശാമ്പവ എണീറ്റ്. അയ്യോ, ഇന്ന് പറയാതെ എൻ്റെ കൊച്ചു എണീറ്റ് കേട്ടോ. എന്നാ മോനെ? ശ്യാമളമ്മയൊക്കെ ഉണ്ടല്ലോ പല്ല് കാണിക്കാൻ വേണ്ടി. അല്ല, ശ്യാമളമ്മ നാരായണിയുടെ പല്ല് കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയതാ. കോട്ടയത്ത് പോയി അവർ ആശുപത്രി പോയതാ. ഡാ എടാ മിണ്ടായിരടാ, പോടാ മിണ്ടായിരടാ. എടാ ഞങ്ങളുണ്ടടാ ഇവിടെ. വന്നതല്ല, അവര് പോയതാ. എന്തോ ആണോ? ആരുണ്ടാക്കിയേ? തലക്കെ എന്നാ കറിയാ? ഏത് കറി? മുട്ടക്കറിയോ? അപ്പ ഏരിയ പോലും ഇല്ല. പിന്നെങ്ങനെ? അപ്പം അമ്പലത്തിൽ പോയി. മുട്ടക്കറി ജയമേടെയാണ് മുട്ടക്കറി. കണ്ടോ? അത് ഞാനോ അപ്പ ആരെങ്കിലും വിടും. അപ്പ നേരത്തെ വന്നാൽ അപ്പ വിടും, അല്ലെങ്കിൽ ഞാൻ വിടും. കഴിച്ചോ സമയം പോന്നു. ആ തന്നെ പൊക്കൂ. അത് വേണ്ട മോൻ പൊക്കോ. നമുക്ക് ഇച്ചിരി പണിയുണ്ട് കേട്ടോ. മോൻ കഴിച്ചിട്ട് പോ. അല്ല, അമ്മ കൊണ്ടുവിടും, അല്ല അപ്പം കൊണ്ടുവിടും. ഓക്കെ. അമ്പലത്തിൽ അവര് പോയോ? അവരൊക്കെ എപ്പോഴും 6 മണിക്ക് പോയില്ലേ? ഇതാണി പറഞ്ഞു പറഞ്ഞേ. ചെറുകുത്തിരി
നിറപുത്തിരിയായിരുന്നു. നെൽക്കതിര് നിറപുത്തിരി വെച്ച് തോരൻ വെക്കണോ? ആ അടിപൊളി. പോരാ ശകലം. ഇതിവിടെ വീടിന്റെ ഫ്രണ്ടിലല്ലേ തൂക്കിയിടുന്നേ? ഓ, തോരൻ വെച്ച് ചോറുന്ന സാധനമല്ല ഇത്. ആ, ഇത് വേറെ സംഭവം. കഴിഞ്ഞായിരുന്നു 6 വരെയല്ലേ ഉള്ളൂ? 6 വരെയല്ലേ ഉള്ളൂ? മഴ രാവിലെ. ടാബ് അതിപ്പോ ഹലോ, എന്തുണ്ടോ? ഇവിടെ ആരില്ലേ? ടി വി ആണ് ഉണ്ട്, കേൾക്കത്തില്ല. സ്കൂളിൽ പോവാണ് കേട്ടോ, എനിക്ക് പറയണം. എഴുന്നേറ്റില്ല. ഓടല്ലേ, വീഴും. വേറെ കൊറിയർ. ചേട്ടൻ വിളിച്ച പേരെന്നാണോ? ചേട്ടൻ്റെ പേരെന്നാന്ന് അറിയത്തില്ല. വാ, ആര് വിളിച്ചേ? ആ ചേട്ടൻ പേരറിയത്തില്ലേ? ഉണ്ട് 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 ഉണ്ട്. ആ ഉണ്ട്. എന്ത് എന്ത് കൂടെ പോവാറേ കേട്ടോ? ആ കേട്ടു. അവിടെ നിൽക്കേ, അവിടെ നിൽക്കേ, അങ്ങോട്ട് പോകല്ലേ. ബസ് വരാറായില്ലടി, കുറേ സമയം എടുക്കും. നമ്മൾ നേരത്തെയാ. ബസ്സുണ്ട് കുറച്ച് കഴിയും വരുമ്പോൾ. എന്നാ ആ ഒത്തിരി സ്ഥലമായിട്ടിട്ട്.
ചീര ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പറിക്കാതെ കൈ വരില്ല. ഏത് അമ്മാ ഇവിടെ നിൽക്കാൻ വന്നേ. ആരോ അടിച്ചതിൻ്റെ 2 മതി. മറ്റേ മട്ടുപ്പാവിലെ കൃഷി അതിൻ്റെ കൊടുക്കാനായിട്ടാന്ന് പറഞ്ഞാൽ മതി. ഫോൺ എടുത്തോ? ഇന്നിതിപ്പം എത്രാമത്തെ തവണയാ? രാവിലെ അമ്പലത്തിൽ പോയി, അത് കഴിഞ്ഞ് ഓളറക്കാം നീ അവിടെ കിടന്നു. പിന്നെ രാവിലെ അമ്പലത്തിൽ പോയി, അത് കഴിഞ്ഞിട്ട് ശാംഭവിയെ കൊണ്ടുപോകാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് ഒരു കൊറിയർ ഉണ്ടായിരുന്നു, അത് മേടിക്കാൻ പോയി. അതും കഴിഞ്ഞ് ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോകുന്നു. ഇനി ഒന്നുകൂടെ പോകും ശാംഭവിയെ വിളിക്കാൻ വേണ്ടി. ഇന്ന് മറ്റേ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, നടക്കുന്നത് വളരെ നല്ലതാണ്, ഹൃദ്രോഗം ഉണ്ടാകാതിരിക്കും, ബ്ലഡ് സർക്കുലേഷൻ്റെ എന്തൊക്കെയോ പരിപാടികൾ, എന്തോ നടക്കുന്നത് നല്ലതാണ് കാലേന്നുള്ള എന്തോ സംഭവം, അങ്ങനെയൊക്കെ എന്തോ സംഭവം അധികാരമായിട്ട് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ സംഭവം ഒക്കെ മനസ്സിലായി എന്നാന്ന്. അപ്പോൾ നടക്കുന്നത് വളരെ നല്ലതാണെന്ന് ആണോ, നടക്കാതിരിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പം അതുകൊണ്ട് സാർ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണോ, അതുകൊണ്ടെന്നല്ല സാഹചര്യം കൊണ്ട് നടക്കുന്നതാണ്, പക്ഷെ നടക്കുന്ന നല്ലതായതുകൊണ്ട് എന്ന് പോയി. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഹൃദ്രോഗമൊക്കെ നമുക്കൊരിക്കലും വരത്തില്ല. കാരണം എൻ്റെയൊക്കെ നടപ്പ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു എത്രയാ പഠിക്കുന്ന കാലം തൊട്ട്, സ്കൂളിൽ പോകുന്ന കാലത്ത് ഞാൻ നഴ്സറി പോകുന്നപ്പോൾ തൊട്ട് നടക്കാൻ തുടങ്ങിയത്. അതും നടക്കാനുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ കോളേജിൽ ഇതൊക്കെ കുറേ നടക്കാനുണ്ടായിരുന്നു. ഇപ്പോഴും ഇപ്പോൾ വല്ല മാറ്റമുണ്ടോ? അതുകൊണ്ട് നടക്കുന്നത് നല്ലതാണ്. വെയിലാണല്ലോ, വെയിലാണ്. കുറച്ച് മുമ്പ് മഴയാണ്, ഇപ്പോൾ വെയിലായിരുന്നു. ഇച്ചിരി കഴിയുമ്പോൾ മഴ പെയ്യും. പൂച്ച കരയുന്ന പോലാണല്ലോ പക്ഷി കരയുന്നത്. മ്യാവും മ്യാവും. എടാ നീ റിലീസ് ചെയ്തില്ലേ? അത് പറ, കുറെ അങ്ങോട്ട് കുരുങ്ങിയല്ലേ? നിന്നെ എത്ര പ്രാവശ്യം അഴിച്ചു വിടണം? ഇത് പോയടാ ചെന്നില്ല. പിന്നെ അത് മതില്ല വെച്ചോ. എന്താ ഒരു ഇതില്ലാത്ത ദൈവമേ, കോഴി അഴിച്ചു വിട്ടില്ല. നീ അവിടെ കിടക്ക്, അത് കോഴി അഴിച്ചു വിട്ടോ. എൻ്റെ ഭഗവാനെ, അതെന്നെ ചേട്ടാ സാധാരണ ചെയ്യുന്ന പരിപാടിയില്ലേ, ചേട്ടായുടെ ഡ്യൂട്ടിയാണിത്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചില്ല, കോഴി അഴിച്ചു വിട്ടില്ല. എന്താണ് മക്കൾ? ഒട്ടനെ വന്നേക്ക അവിടെ. ഇതേ അടുത്തയാള് അടി തരും കേട്ടോ. ഇറങ്ങ. ഓ എൻ്റെ പൊന്നോ, മാറ്റിയിട്ട് ഇറങ്ങടോ. നീ അവിടെ കുറച്ച് നേരം കിടന്നു. അല്ല പിന്നെ നീ അയച്ചു തുടങ്ങി ചേട്ടാ തന്നെ വരണം. നിൽക്കേ കുറച്ച് പരിപാടിയുണ്ട്. നിന്നെ ആദ്യം കുളിപ്പിക്കണം, എന്നിട്ട് വന്നു. ഇപ്പം വരും ഇപ്പം ശരിയാക്കി തരാം. ഓക്കെ, കാര്യമുണ്ടല്ലോ.
ഇപ്പം എല്ലാവരും പോയി. ചേട്ടായും ഇതൊക്കെയും പോയി, എല്ലാവരും പോയി, ശ്യാമളമ്മ പോയി. അയ്യോ വിളിക്കുന്നു, എന്നെ ഫോൺ വിളിക്കുന്നു. ഹലോ, മഴ തോന്നുന്നുണ്ടല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞു പോകുമ്പോഴല്ല, അയ്യോ വരുമ്പോഴാണ് കുറയ്ക്കേണ്ടതെന്ന്. എന്നാ ശാമ്പവി വരുമ്പോഴും എല്ലാവരും വരുമ്പോഴും ഞാനിങ്ങനെ നാരായണി എപ്പോഴാണ് വരുന്നത് അറിയത്തില്ലാത്തതുകൊണ്ടല്ലോ ഇവിടെ നിൽക്കാത്തേ. അത് പല ടൈമിൽ വരുമല്ലോ. എത്ര തവണയെന്ന്? 3 4 4. ആഹാ ബാഗ് കൊള്ളാലോ. പിന്നെ ഞാനും വരട്ടെ മനുഷ്യ, ഞാനും വരട്ടയോ നിന്റെ കൂടെ. കളർ ബ്ലാക്ക് ഓക്കെ അല്ല, ഗ്രേയും ഉണ്ട് ബ്ലാക്കും ഉണ്ട്, ചെറിയ യെല്ലോ ലൈനുണ്ട്. എന്നാലും എവിടെയെങ്കിലും ഒരു യെല്ലോ എവിടെയെങ്കിലും ഒരു യെല്ലോയും ഗ്രീനും ഇല്ലെങ്കിൽ സങ്കടമല്ലേ. ഇത് ബ്രൗണോ? എന്ത് ഇത് ഗ്രേ എന്ന് പറയും ചേട്ടാ. എന്താ പൊന്നോ, സൂപ്പറാട്ടോ, ഇത് കൊള്ളാം. അതല്ല അതിൻ്റെ ഇതെങ്ങനെ ഉണ്ട്, മെറ്റീരിയൽ എങ്ങനെ ഉണ്ട്? ഓ ഇങ്ങനെയൊക്കെയാണോ? അതാ പച്ചക്കറി കൊണ്ടുവരാൻ വേണ്ടിയാന്ന്. അതിന് ഇത് മോശം സാധനമാണോ പച്ചക്കറി? അല്ല, പച്ചക്കറി കൊണ്ടുവരാൻ നമുക്ക് നല്ല വലിപ്പമുള്ള വായു വേണം. അത് വെയിറ്റ് താങ്ങണം. ഓക്കെ, സൂപ്പർ, അടിപൊളി. നാരായണിയൊക്കെ കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞെന്ന് പറഞ്ഞു. പല്ലിൻ്റെ എല്ലാം ശരിയായില്ലെന്ന് തോന്നുന്നു. പിന്നെ നാരായണി എന്താ പറയുക, നമ്മുടെ വീഡിയോ കാണുന്ന രാജലക്ഷ്മി ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ സുഭാഷേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഒരു കേക്ക് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ചേച്ചി. അപ്പോൾ അത് മേടിച്ചുകൊണ്ടേ നാരായണി ശ്യാമളമ്മയും വരുള്ളൂ. അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ശ്യാമ്പ് വരുമ്പോൾ ഒരു സർപ്രൈസായി. കേക്ക് കാണുമ്പോൾ എൻ്റെ പൊന്നെ തീർന്നു. പിന്നെ യൂണിഫോം പോലും മാറ്റുമെന്ന് തോന്നില്ല. ചെറിയൊരു മഴച്ചാറ്റം. മഴ 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 മഴ. നാരായണി ശ്യാമളമ്മയും വരാറായിട്ടുണ്ട്. കേക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട് ശ്യാം നാരായണി. നമുക്ക് നേരത്തെ ഒരുപാട് ഗിഫ്റ്റൊക്കെ അയച്ചിരുന്ന രാജലക്ഷ്മി ചേച്ചിയാണ് കേക്ക് ഓർഡർ ചെയ്തത്. കേക്ക് മതി. ധാരാ മേടിച്ചെന്നറിയാവോ? ആരാന്നറിയത്തില്ലേ? രാജലക്ഷ്മി ആൻറ്റി. ഇപ്പൊ കൊച്ചു വരാന്നേരം വരെ ഇരിക്കുമോ അത്? ഏതാ കാണിച്ച്? ഓ സ്പ്രൈറ്റോ? അത് ശ്യാമളമ്മ ഉണ്ടെങ്കിൽ പിന്നെ സ്പ്രൈറ്റ് അവിടെ കാണും. ഞാൻ എനിക്ക് ഇച്ചിരി പച്ചവെള്ളമാണത്. നിങ്ങൾക്കൊന്നും ഇല്ല, നിങ്ങൾ കോട്ടയത്ത് നിന്ന് മേടിച്ചാൽ കോട്ടയത്ത് നിന്ന് കഴിക്കണമായിരുന്നല്ലേ ചേട്ടാ? വാട്ടോളം പോയേ. ഞാൻ പറട്ടെ, ഇപ്പൊ എടുക്കണോ? ഇവര് ഇത് ഇച്ചിരി ഇതാക്കിയല്ലോ, കളറൊക്കെ മാറ്റിയല്ലോ. കവറൊക്കെ മാറ്റിൻ്റെ കളറും അല്ല, കവറ് മാറ്റിയില്ല, കളർ മാറ്റി. ഓക്കെ,
ഹോസ്പിറ്റലിൽ എന്നാ പറഞ്ഞേ? നാരായണന്റെ കാര്യം എന്തായി? നാരായണന്റെ ഒരു പല്ല് അടച്ചു ഇപ്പം ചെയ്തു. ഫ്രണ്ടിലത്തെ ആയിരുന്നു നമുക്ക് പ്രശ്നമായിട്ട് വന്നിരുന്നേ. അതൊന്നും ചെയ്തില്ല നാരായണി. അത് ചെയ്യാൻ 30-ാം തീയതി അത് അങ്ങനെ ഓരോ ദിവസം നീട്ടിക്കൊണ്ട് പോയാൽ പല്ലൊരു വരവുമാവുമല്ലോ. ഇത് 3 മാസം കഴിഞ്ഞിട്ട് ഇവരൊരു ഡേറ്റ് തന്നിട്ട് പിന്നെ 30-ാം തീയതി വേറെ തരുന്ന എന്നാ? ഒന്നടച്ചെന്ന്. ഒന്നടച്ചോ? ആ ഫ്രണ്ടിലെ അവക്ക് വേദന. അത് പറഞ്ഞായിരുന്നു നിനക്ക് ഫ്രണ്ടിലെ വേദന ഉണ്ടെന്ന്. അവര് പറഞ്ഞു ഇതിപ്പോ അടച്ചില്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയുമ്പോ ഭയങ്കര വേദന ആയിരിക്കും, അത് കുറച്ച് അകത്തോട്ട് കുറെ ഇതുള്ളതാ എന്ന് പറഞ്ഞു. പക്ഷെ പുറത്തു നോക്കി വേദന എടുത്തോ അടച്ചപ്പം? എനിക്ക് എന്റെ ഓർമ്മ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പോകണം മുണ്ടക്കത്ത്. ഞാൻ മുണ്ടക്കത്തേ ഉള്ളൂ, നിങ്ങളൊക്കെ കോട്ടയത്ത് നോക്കും. ഞാൻ പല്ല് വെക്കാനായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നാ ഇനി പല്ല് വെക്കുന്നേ? എന്റെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ചിലപ്പോ ഒരു വർഷം ഞങ്ങളുടെ അടുത്തിരുന്ന ഒരു അമ്മേ ഇപ്പൊ ഇതുപോലെ എഴുതി കൊടുത്താ 3 വർഷമായിട്ട് വന്നിട്ടില്ല. 3 വർഷമായിട്ട് വന്നില്ല. എന്നിട്ട് പിന്നെ അവര് പോയി എന്താ ചെയ്യുമോ കണ്ടായിരുന്നു, പിന്നെ പോയി പറയുമോ. അതെന്നത് ഒരുപാട് പേർക്കല്ല അവരിങ്ങനെ ഡേറ്റ് കൊടുക്കുന്നത്. എല്ലാരും നോക്കണ്ടേ? അവര് പല്ല് വെക്കുമ്പോ ഫ്രീ ആയിട്ടാണോ വെക്കുന്നേ? കാശ് കൊടുക്കണ്ടേ? കമ്പി എടുത്ത കാര്യം പറഞ്ഞ പല്ലില് എന്റെ പല്ല് 2 പല്ല് പല്ല് പൊങ്ങൂല്ലേ എന്റെ? അവിടെ കമ്പി ഇടുവോ എന്നാ ചോദിച്ചേ. അടുത്ത 30 ഞാനും വരുന്നുണ്ടേ. എന്ന് വെച്ചാൽ എന്റെ പല്ല് 2 പല്ല് ഇല്ലാതിരുന്നിട്ട് ഫ്രണ്ട് കാക്കമ്മച്ചിയുടെ കൂടെ പല്ല് പൊങ്ങുവാ. അത് നോക്കി പുതിയ ബാഗ് എങ്ങനെ നോക്കി മോഡൽസിന്ന് മേടിച്ച്. കൊള്ളാടി. ഗുളിക മേടിച്ചായിരുന്നോ? അതാ ആശുപത്രി കിട്ടാഞ്ഞേ. 10 ഗുളികയ്ക്ക് 200 രൂപ ആവുന്നുണ്ട്. അത് സാരമില്ല, മേടിക്കണമായിരുന്നു. പിന്നെ എപ്പോഴും പോയി മേടിക്കാൻ. 5 പകുതിയെ മേടിച്ചുള്ളൂ. 10 അല്ല 15 ഗുളിയായിരുന്നു ഡോക്ടർ എഴുതിയത്. അപ്പൊ തീരുന്നതിന് തലേദിവസം പോയി വേറെ മേടിക്കണം. അല്ല മറ്റേ എക്കോ സ്കാൻ കൂടെ ചെയ്തിട്ട് റിസൾട്ട് വരട്ടെ. അല്ലെങ്കിൽ എനിക്ക് കൊളസ്ട്രോളിന്റെ ഗുളിക കുറച്ച് കഴിക്കണം. എന്നാന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കണ്ടാലും കൂടിപ്പോയി. അടുത്ത പ്രാവശ്യം ഞാനും വരുന്നുണ്ട്. എന്റെ പല്ല് നോക്കണം. എന്റെ പൊന്നടി ഒരു 5-6 പ്രാവശ്യം 4 നില കയറി ഇറങ്ങി. അയ്യോ നല്ലതാ. അയ്യോ നല്ലതാ. എന്റെ കാലിലുണ്ട്. എന്റെ കാലിന് നല്ലതാ. അല്ല ചേട്ടാ കേറുന്നത് നടക്കുന്നത് ഹൃദയം ഡോക്ടർ പറഞ്ഞു. നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്നാണ് പറയുന്നത് കാലിലെ മസിലിന്. കാരണം ഈ കാലിലുള്ള ഇവിടുത്തെ ഈ മസിലുണ്ടല്ലോ, ഈ കാലിന് തൊട്ട് പോലത്തെ ഈ മസിലാണ് രക്തത്തെ മുകളിലേക്ക് പമ്പ് ചെയ്ത് അശുദ്ധ രക്തത്തെ മുകളിലേക്ക് പമ്പ് ചെയ്ത് ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ ശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് ഈ കാലിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. നല്ല രീതിയിൽ പമ്പിങ് നടക്കത്തില്ല. അതാ നടക്കണോന്ന്. അമ്മ നടക്കുന്ന നല്ലതാണെന്നാണ് പറഞ്ഞത്. നടക്കുന്ന സമയത്ത് ഈ കാലിന്റെ നടക്കുക എന്നുള്ളതല്ല മെയിന്. കാലിന്റെ ഇവിടെ ഉള്ള മസിലുണ്ടല്ലോ, ഈ മസിലിന് നല്ല ബലം ഉണ്ടായിരിക്കണം. ഈ നല്ല ബലം ഉണ്ടെങ്കിൽ ഈ മസില് നമ്മുടെ രക്തത്തെ മുകളിലേക്ക് പമ്പ് ചെയ്യും. അങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ രക്തഓട്ടം നന്നായിട്ട് കൂടും. രക്തഓട്ടം നന്നായിട്ട് കൂടി കഴിയുമ്പോൾ പല വേദനയും പ്രശ്നങ്ങളും മാറും. ഡോക്ടർ ഡോക്ടറാന്ന് പറഞ്ഞത്, അല്ലാതെ അരുൺ ഡോക്ടർ അല്ല പറഞ്ഞ, വേറൊരു ഡോക്ടർ. പുള്ളി ഏതാ എനിക്കറിയില്ല. ആ ഡോക്ടർ തന്നെ പറയട്ടെ. ആ ഡോക്ടർ തന്നെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇവിടെ ഇപ്പൊ ഇന്റർനെറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള സംവിധാനമുണ്ട്. നമുക്കിത് നോക്കി പലരുടെയും പഠിച്ചിട്ട് നമുക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. അല്ലെങ്കിൽ എല്ലാവരും ഇത് കേട്ടാൽ എല്ലാവർക്കും ഇത് മനസ്സിലാകണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളത് അതിൻ്റെതായ രീതിയിൽ കേട്ട് മനസ്സിലാക്കാൻ താല്പര്യമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ. 130 രൂപ 7 ദിവസത്തെ മേടിച്ചോളൂ. അത് ആ കമ്പനിയുടെ വില കൂടുതലാണ്. വേറെ കമ്പനി വേണമെന്ന് ചോദിച്ചു. ഡോക്ടർ എഴുതിയിരിക്കുന്ന കമ്പനിയിലാണ്. അല്ല അമ്മ മൊത്തം പല്ല് എടുക്കുവാണോ? അല്ല 4 ഡോക്ടർ. അമ്മ പല്ലെടുത്തിട്ട് വേറെ പല്ല് വെക്കുമ്പോ എനിക്ക് അമ്മയാണെന്ന് തോന്നിയല്ലേ, വേറെ ആരോട് ചിരിക്കുന്നു. അമ്മ ഒരു ചേച്ചി വിചാരിച്ചറിയോ എന്റെ അമ്മയാന്ന്. മോന്റെ അമ്മ ടീച്ചറാണോ?
എന്നാടി ഞാൻ പറഞ്ഞ ടീച്ചറല്ല ഇപ്പൊ ജോലിയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു ഇല്ല അതെന്റെ വെല്ലുമ്മയാന്ന് പറഞ്ഞ. ആണോ ഡൈ ഇതൊക്കെ വല്ല പ്രായമുണ്ടോ പറയുന്നത്? ആശുപത്രിയിൽ പോയി ക്യൂ നിൽക്കുമ്പോഴാണ് വിഷയം. അതില്ലേ ഇന്നലെ ക്യൂ നിന്ന് 60 വയസ്സ് കഴിഞ്ഞവരുടെ ക്യൂ നിൽക്കുവാണേ. അവിടെ ഒരു അച്ചായൻ പറയണേ ഇത് പ്രായമുള്ളവരുടെ ക്യൂ ആണ് ശാമള. ഞാൻ പറഞ്ഞേ ഡൈ തന്നെ ഉള്ളൂ, പക്ഷെ നല്ല പ്രായമുണ്ട് ഡൈ. പറയാന്നറിയോ നല്ലതല്ലേ നിന്റെ വെല്ലുമ്മയ്ക്ക് പ്രായം. നല്ല കാര്യമല്ലേ? എത്ര പേര് എന്നോട് ചോദിച്ചെന്നറിയാം അമ്മയ്ക്ക് ജോലി ഉണ്ടോന്ന്. എന്നോട് ചോദിക്കാം ടീച്ചറാണ്. അതെന്നാ ചോദിച്ചെന്നറിയാവോ? നമ്മള് ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കല്ലേ കൂടുതലും. അതുകൊണ്ടൊന്നുമല്ല. ആഹാ എൻ്റെ അമ്മയൊക്കെ എന്നാ കുഴപ്പം? ഇതവിടെ എന്തോ ചൊച്ച കേൾക്കുന്നുണ്ട്. അത് പട്ടിയാ. ആണോ? ഓ അപ്പൊ എല്ലാം ശുഭം. കേക്ക് എടുക്കാവോ എന്നൊരു സംശയം. ഇല്ലല്ലോ. ഷാമ്പൂക്ക് മാത്രം മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് ഞാൻ ചോദിച്ചില്ലേ വെച്ച് കഴിഞ്ഞ പോകുന്നുണ്ട്. ഇവര് റെഡി 10-15 മിനിറ്റ് മുമ്പ് അങ്ങോട്ട് പോയിട്ട് വണ്ടി വരാറാകുമ്പോഴത്തേനും ഇങ്ങോട്ട് വന്നിരുന്നപ്പോൾ നീയൊക്കെ എന്തോ മണ്ടത്തരൊക്കെ. കേക്കുമായിട്ടോ? ഓ മെൽറ്റ് ആകത്തില്ലെന്നേ. അവക്ക് കുഴപ്പമൊന്നുമില്ല. അവക്കൊന്നും വിഷയമില്ല. അവക്കല്ല അവളെല്ലാം കഴിച്ചോളൂ. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ നാന്റിയുടെ ഞാനിപ്പോ ഇന്ന് എത്ര പ്രാവശ്യം ഇറങ്ങിയെന്നറിയോ? മറ്റേ രാജലക്ഷ്മി ചേച്ചില്ലേ ചേച്ചിയുടെ, ഞാൻ ആലോചിച്ചെന്നറിയോ ചേട്ടന്റെ ബർത്ത്ഡേ കഴിഞ്ഞിടയ്ക്ക് ഓർക്കുന്നുണ്ടോ? 1 വർഷമായി ഇപ്പം. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ നമുക്ക് കേക്ക് തന്നായിരുന്നു അല്ലേ? പെട്ടെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞപ്പോ പറയാം അത് കഴിഞ്ഞ വർഷമായിരുന്നു. 1 വർഷം എത്ര പെട്ടെന്ന് പോയേ. ഇപ്പൊ പോയി ഡ്രസ്സൊക്കെ മാറി. ഞങ്ങൾ ആ സിനിമയുടെ ബാക്കി കൂടെ കണ്ടേ. സംശയം. ഷാമ്പു വരുമ്പോൾ മുറിച്ചു വെക്കാം. ഹാപ്പി ബർത്ത്ഡേ സുഭാഷ് ചേട്ടാ. ഈ ഷാമ്പൂ കൊടുക്കണേ. നാരായണ ബുക്ക് ചെയ്താ ഇതെടുക്ക്. അത് പകുതി ഷാമ്പൂയ്ക്ക് പകുതി നാരായണക്ക്. സുഭാഷ് ചേട്ടന് ഹാപ്പി ബർത്ത്ഡേ. ഇതെടുക്ക്. ഇവിടെ വെച്ചോ, ഒരു സൈഡിൽ വെച്ചോ. അതൊക്കെ ഇത് അങ്ങനുണ്ടോ? നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലേ? ഇത് നമ്മളിവിടെ മേടിച്ച മീരയ്ക്ക് പിന്നെ സവിത മോന് കുട്ടപ്പായിക്കും നല്ല കേൾക്കാം. മടുപ്പില്ല. മടുക്ക് കേട്ടാ. നീ ഇത് ഇരുന്നിട്ടുണ്ടെന്നാണോ പറഞ്ഞത്? സുഭാഷ് ചേട്ടന് ഹാപ്പി ബർത്ത്ഡേ. നിനക്ക് വല്ലതും പറയണ്ടോ? നാണോ നാണം. ബാക്കിയൊന്ന് വേർതിരിക്കുവോ? വാവോ. ശവം മതി. വയറ് കഴിക്കൊന്നുമില്ല തോന്നാൻ കേട്ടോ. വയറാണ്. ശ്യാമളമ്മയ്ക്ക് ഒരുപാട് മധുരം ഇഷ്ടമില്ല. ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? ഇന്നലെ എന്തോ തിന്നുന്ന കാര്യം പറഞ്ഞപ്പോ അങ്ങനൊക്കെ പറയും. ചായയോ എന്തോ. ചായ അല്ലേ? ഞാൻ പക്ഷെ അധികം കഴിക്കാറില്ല, സമ്മതിച്ചു. അങ്ങനെ വേണേ പിന്നെ ഉണ്ട്. മൊത്തം എടുത്തോ? എനിക്ക് മൊത്തം വേണ്ട. ചെറിയ കഴിച്ചോ. കുളത്തില്ലേ സ്പൂൺ ഇല്ലായിരുന്നു ഇവിടെ നാരായണി? അമ്മയ്ക്ക് കൂടെ സ്പൂൺ എടുത്ത് കൊടുക്കത്തില്ലായിരുന്നോ? കൊള്ളാണോ? രണ്ടുമൊന്നല്ലേ? അവിടുത്തെ അമ്മ കഴിച്ചില്ലായിരുന്നല്ലോ. എന്നാടാ വിളിച്ചോ നീ? അതിലും പോകുമ്പോ കുരയ്ക്കണം കേട്ടോ. വരുമ്പോ മിണ്ടാതിരിക്കണേ. ഫുള്ളൊന്നുമില്ല, പകുതി ഉണ്ട്.
സ്കൂൾ ബസ്സിന് പോകണ്ടെന്ന്. നമുക്ക് സ്കൂൾ ബസ്സിന് പോകണ്ടെന്ന്. അങ്ങോട്ട് കാര്യം നമ്മളാണോ ഇതൊക്കെ തീരുമാനിക്കുന്നത്? പോകുന്നതേ ഉള്ളൂ. നീ കാര്യങ്ങളൊക്കെ നോക്കുന്ന വേറെ ആൾക്കാരാ. കോളേജില്ല, മനസ്സിലായോ? ഇവിടെ കാഞ്ഞപ്പള്ളി പോകുന്ന വഴിക്കേ ഉള്ളൂ കോളേജ്. ജില്ലയിലെ നിൽക്കുന്നില്ല, നീ സംസ്ഥാനത്ത് നിൽക്കല്ലേ. നേരത്തെ വരാം. പക്ഷെ അവിടെ അങ്ങനല്ല, അവിടെ ഈ സമയത്തിനുള്ളിൽ ഇറങ്ങത്തുള്ളൂ. അവര് നേരത്തെ ഇറങ്ങത്തൊന്നുമില്ല. 4 മണിക്കൊക്കെ ഞാൻ അവിടെ 3 മണിക്ക് വിട്ടാലും 2 മണിക്ക് വിട്ടാലും 5:30 ആകുമ്പോൾ ഇവിടത്തുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടോ? അന്ന് ബസ്സുണ്ടായിരുന്നു. നേരത്തെ പോകാൻ പറ്റത്തില്ല. ആ ബസ്സിനെ പോകാൻ പറ്റുള്ളൂ. ആ 5 മണിക്കേ പോകാൻ പറ്റത്തു. അല്ലെന്ന് ഇനി നേരത്തെ ഒന്നും വിടത്തില്ല. ഇതിപ്പോൾ ആദ്യം ആയതുകൊണ്ടാണ് നേരത്തെയൊക്കെ വിട്ടത്. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ വിടുന്നത് 4:15 ഇപ്പൊ എന്തായാലും വിടും. 4 മണിക്ക് എന്തായാലും എന്നാലും ഞാൻ പോട്ടെ. ആരാണെങ്കിൽ സ്കൂൾ ബസ്സിന് പോകാൻ മടിയാ. സ്കൂൾ ബസ്സിന് വിട്ടാൽ ഒരു പ്രശ്നം പറയുന്നതിനകത്ത് ചെറിയ കാര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പീരീഡ് ഇല്ല, ലാസ്റ്റ് പീരീഡ് ഇല്ലെങ്കിൽ നേരത്തെ വിടുവരെ. അങ്ങനെ നേരത്തെ വിട്ടാൽ നേരത്തെ വരാൻ പറ്റത്തില്ല. സ്കൂൾ ബസ് എല്ലാം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ, അന്നേരം വരത്തുള്ളൂ. ശാമ്പുവി പോരുന്ന സമയത്ത് ആയിരിക്കും മിക്കവാറും തിരിച്ചു വരുന്നത്. ഇച്ചിരി താമസിക്കായിരിക്കും. രാവിലെ ഏകദേശം ഒരേ സമയം തന്നെയാണ്. ഇന്നിപ്പോൾ 5ാമത്തെ തവണ എങ്ങാണ്ട ഇറങ്ങുന്നത് ഞാൻ. ആ എവിടെയാണോ? ആ ഇതോടെ പോവാ. ആ ആ ആ ആ ഇതിലെ മേളിലോട്ടാണ് കയറി പോകുന്നത്. കൊച്ച് ആ അവള് സ്കൂളിൽ പോയിരിക്കുക, വരാൻ വേണ്ടി നിൽക്കുക. ആ ആ ശ്യാമളമ്മ വന്നു, വീട്ടിലുണ്ട്. ആ 2 പേരും വന്നു. നിനക്ക് മനസ്സിലായില്ലേ പെട്ടെന്ന്? ഇത് വായി മേടിച്ചപ്പാ. വായനകത്തൊന്നുമില്ലടി. വായനകത്തൊന്നുമില്ല. ഞാൻ ഈ എന്നാ ചാർജറൊക്കെ വെക്കേണ്ടതുകൊണ്ട് പവർ ബാങ്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇമ്മ എടുത്ത് ഓളായിട്ടാ. വെള്ളോ നിന്റെ റെയിൻകോട്ടോ? മഴ പെയ്യാതെയോ? റെയിൻകോട്ടുണ്ട് ബാഗിനകത്ത്. റെയിൻകോട്ടൊക്കെ ഉണ്ട്, പക്ഷെ മഴയില്ലല്ലോ. വാ വരുന്നില്ലേ? എന്നാ ഇവിടെ നിൽക്കാമോ? ഞാൻ പോക്കോട്ടെ. റെയിൻകോട്ട് എന്തിനാടി മഴയില്ലാതെ? മഴക്കല്ലേ അടി റെയിൻകോട്ട്. ഇന്നൊരു ഹൈ ഇല്ലേ? ട്രെയിൻ എന്ന് പറഞ്ഞാ എന്നാ? ട്രെയിൻ എന്ന് പറഞ്ഞാ എന്നാ? അല്ല, റെയിൻ എന്ന് പറഞ്ഞാൽ കോട്ടം. റെയിൻകോട്ടെന്ന് പറഞ്ഞാൽ എന്നാ? റെയിൻ മഴയുണ്ടെങ്കിൽ എടുക്കത്തുള്ളൂ. അത് ആരാണോ തുറന്നിട്ട്? ആരില്ല. സദ്യ ചേമ്പലല്ലേ, വാഴയിലല്ലോ. നമ്മൾ മീൻ കൊടുക്കുന്ന ചേമ്പല.
അത് സ്ഥലം പോക്കേ ചുമ്മാ വൈകി എന്നാ കേൾക്കാമോ റെഡ് വെൽവെറ്റ് വെള്ളയല്ല റെഡ് റെഡെന്ന് വെച്ചാൽ എന്നാ ചുമപ്പ് അല്ല കളറാവും കളറില്ല ഇത് ഈ കളർ ഇനി പൊളിച്ചേക്കാം അതുകൊണ്ട് നിങ്ങൾ നിൽക്കണ്ട നമുക്ക് എന്നോ നമ്മുടെ അല്ല അത് നമ്മുടെ രാജലക്ഷ്മി സുഭാഷ് ഇല്ലേ ആൻറ്റി ആൻറ്റിയുടെ അല്ല സുഭാഷ് ചേട്ടൻ്റെ സുഭാഷ് ചേട്ടന്റെ ബർത്ത്ഡേയാ ചേച്ചിന്റെ കുളിച്ചോ ചേച്ചി വന്നോ അച്ഛൻ വരുമോ ഉണ്ടാക്കാം പോയിക്ക് വന്നു രാജലക്ഷ്മി ആൻറ്റിയുടെ സുഭാഷ് അങ്കിളില്ലേ ബർത്ത്ഡേ കൈകൊട്ടെ വീട്ടിൽ ചെന്നിട്ട് മതി വെള്ളമല്ല പറയുമ്പോ നിനക്ക് Happy birthday to you. Happy birthday to you. മതിയോ? ആ മതി. എന്നാ? എന്നാ? ബായി ഞാൻ പിടിച്ചോളാം. പിടിക്കോ? ആ. ഇട്ടട്ടെ. ഓ, ഇത്. എങ്ങനെയുണ്ട് കനമൊന്നുമില്ല ചുമ്മാ ഒന്നുമില്ല അതിനകത്ത് ഒരു ബുക്കും ഒരു പാത്രവും ഇങ്ങനെയാണ് ചോറിനായിരുന്നു കറി മുട്ടയോ മുട്ട ഉണ്ടായിരുന്നോ എന്നാ മുട്ട അറിയാമോ ഇടിയപ്പം അതിവിടെ വീട് നിന്റെ സ്കൂളിൽ എന്നത് ആ മണ്ണല്ലേ ആ ഓ സോസ് ഓ എന്താടി നീ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നു എടി ചോറിന് എന്നായിരുന്നു കറിയെന്ന് ചോദിച്ചാൽ സ്കൂളിൽ ആ ശരി ഓക്കെ അതാ ചോദിച്ചാ മുട്ട എന്നാ ഡീപ്പം ഉണ്ട് നിനക്കെടുത്ത് വെച്ചിട്ടുണ്ട് ആര് അവിടെ ആരുമില്ല ചേച്ചിയെ ഇതാണോ ചായൻ്റെ വരുമോ ചേട്ടാ പറയുന്നു കൊച്ചിന്റെ വല്യമ്മ ആണോ ആ അതെ വല്യമ്മയാ മറ്റേ കൊച്ചിന്റെ ആ ആ മതി സിംബയല്ലെന്നേ ഇവിടുത്തെ പട്ടിയില്ലേ താഴത്തെ പൊക്കോ ഞാൻ സ്കൂളിൽ നിന്ന് വന്നു പോവാ ചേച്ചി ഹാപ്പി ബർത്ത്ഡേ അമ്മ ഹാപ്പി ബർത്ത്ഡേ ടു യു സുരേഷ് മാമന്റെ സുരേഷ് അങ്കിളിന്റെ കേക്ക് ഇവിടെ ഓ ഇവിടെ ചുമക്കട്ടെന്നേ സുഭാഷ് അങ്കിൾ കേക്ക് കേക്ക് ഇവിടെ
സുഭാഷക്കൾ എന്ത് ചെയ്യുന്നു? സുഭാഷൊക്കെ ഇവിടെ അല്ലല്ലോ. ഇപ്പോൾ താമസിച്ചാൽ വണ്ടി വരുന്നത്. ഇപ്പോൾ എത്ര സമയം? 6. കണ്ണും മൂക്കൊക്കെ എവിടെയാന്ന് പറഞ്ഞേ? 6 മണി കഴിഞ്ഞു. കണ്ണെന്തിയാ കണ്ണ്? ഫോട്ടോ കണ്ടല്ലോ കുഞ്ഞിന്റെ. ഫോട്ടോ എടുത്തല്ലേ? മുടിയൊക്കെ കെട്ടി വെച്ച് സുന്ദരിയായിട്ടാണല്ലോ കുഞ്ഞ്. ആര് കെട്ടി വെച്ച് മൂടി? മുടിയൊക്കെ കെട്ടി വെച്ച് കറണ്ട് ലേടി പൊട്ടിക്ക ഉടുപ്പൊക്കെ ഊരട്ടെ. ദേഹമൊക്കെ കഴി ഉടുപ്പൊക്കെ ഊരി വരുമ്പോ മുറിക്കാം. കുളിച്ചിട്ട് വരുമ്പോൾ മുറിക്കാം. അത് മതി. കുളിച്ചിട്ട് വരുമ്പോ തരാം. സോറി. മറിഞ്ഞല്ലോ. അതിപ്പോ പറഞ്ഞ മറിഞ്ഞോ? കത്തി കത്തി അതിനകത്ത് വേണം. കൊറേ നാളായില്ല നീ കേൾക്കുന്നുണ്ട്. ഇല്ല രാവിലെ വരിക്കുന്നുള്ളൂ. അയനെ ചോക്ലേറ്റ് എടുത്തോളൂ. രാവിലെ എടുത്ത് വയ്ക്കാം. നോക്കണ്ട, അത് നോക്കണ്ട കേട്ടോ. അത് നിനക്കുള്ളതായിരിക്കും. മതിയോ? ഇനി വേണോ? അതിന് പിന്നെ തരാം. തേയില മേടിക്കാത്തന്നെ. തേയില ആ കാഞ്ഞിരപ്പള്ളിക്ക് പോകണം മേടിക്കണമെങ്കിൽ. മറ്റവന്മാരുടെ മേടിക്കാൻ തന്നെ മതി എന്ന് പറഞ്ഞു തരാം. എല്ലാ ചായപ്പഴും മേടിക്കാം. ഇത് കുറച്ച് കഴിക്കും. താഴെ പോലെ